Hi, welcome to Ammus Kitchen. Now, I am ready to pepper chicken curry recipe. Now, we will easy pepper chicken curry ready. Pepper chicken curry ingredients. 2 kg chicken നന്നായിട്ട് കഴുകി എടുത്തു വെച്ചതാണ്. 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത്. ഇതൊരു 20 അല്ലി ചെറിയ ഉള്ളി ഉണ്ടാവും. നിങ്ങൾ ഈ പെപ്പർ ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി എടുക്കായിരിക്കും. കയ്യിലില്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ജീരകം ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ചതച്ചെടുത്തത്. ഒരു പച്ചമുളക് നടുകീറിയത്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ പെപ്പർ ചിക്കൻ കറി റെഡിയാക്കാൻ നോക്കാം. ആദ്യം ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചാൽ ഈ ഉള്ളി ചേർക്കാം. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചാൽ പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും ചേർക്കാം. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ജീരകം ചതച്ചത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ല് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് ഗരം മസാല. ഇനി നമുക്ക് ഈ പൊടിയുടെ സ്മെല്ലൊന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ റോസ് സ്മെല്ലൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കനിലോട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലോട്ട് എടുത്ത് വെച്ചാൽ കറിവേപ്പില ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് കിച്ചൻ.